ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് വേണ്ടി BJP വിനിയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. കോൺഗ്രസ് വാങ്ങിച്ചു, CPM വാങ്ങിച്ചു. CPM വാങ്ങിച്ചു. അഴിമതി ഞാൻ പറഞ്ഞത് എന്താണ്, ഇവിടെ CPM മാത്രം ഞങ്ങൾ വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ ദിവസവും വിശദീകരിച്ചാണ്. ഇത് അഴിമതിയാകുന്നത് എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, അഴിമതിയാകുന്നത് എങ്ങനെയാണ്? ഇലക്ട്രൽ ബോണ്ടല്ല, ആ കമ്പനികളുടെ നിന്ന് കാശ് വാങ്ങിച്ച് അല്ലല്ല, അത് പറഞ്ഞാൽ മനസ്സിലാവുന്നിടത്ത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നിടത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അല്ല, ഇലക്ട്രൽ ബോണ്ട് എന്താണ് ഇതെന്താ അറിയാൻ വയ്യാത്തവരായിട്ട് ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ചില വിവാദ കമ്പനികൾ ഞാൻ പറയട്ടെ, പറയാൻ സംഭവിക്കാത്ത അസഹിഷ്ണുത എന്തുവാ? ചില വിവാദ കമ്പനികൾ CBIയുടെയും EDയുടെയും എല്ലാം സ്വാധീനത്തിൽ, അല്ല, അന്വേഷണ വിധേയമായിരിക്കുന്നു. ഭരണകക്ഷിയുടെ സ്വാധീനത്തിൽ വഴങ്ങിക്കൊണ്ട് ഭയന്നുകൊണ്ട് BJPക്ക് വൻ തുക കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന് സുതാര്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കിയത്. അവിടെ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CBIയോ EDയോ ഉപയോഗിച്ച് എന്താണെങ്കിലും കാശ് വാങ്ങിക്കത്തില്ലല്ലോ. ഞാൻ ആ വിഷയത്തിലേക്കല്ല വന്നത്. അവിടെ ഒരു നുണ, ഞങ്ങൾ മാത്രം ഈ കമ്പനികളുമായി ബന്ധമില്ല, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ആ വിവാദ കമ്പനികളുടെ പണം പറ്റിയിട്ടുണ്ട് CPM. അതിൻ്റെ പേര് ഏത് പേര് വേണമെങ്കിൽ വിളിച്ചോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇത് ഒരുപാട് പേജുണ്ട്, അത് നിങ്ങൾ നോക്കണം. ഇത് ഔദ്യോഗികമായി ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രയോ കമ്പനികളുടെ പേര് വ്യക്തികൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ പാർട്ടിക്കാർ ലെവി കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ ഉണ്ട്. നിരവധി എൻട്രീസാണ് ഓരോ വർഷവും ഉള്ളത്. അപ്പോൾ വിശദമായി പഠിക്കുമ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്. വളരെ വിചിത്രമെന്ന് പറയുന്നത്, ഒരു അബ്ദുൾ റഹ്മാൻ 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് 2021 മുമ്പ്. മന്ത്രി അബ്ദുൾ റഹ്മാൻ ആണോ ഇല്ലയോ എനിക്കറിയില്ല. ഒരു അബ്ദുൾ റഹ്മാൻ 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. CPMന്റെ സ്ഥാനാർത്ഥിയായി മന്ത്രിയാകുന്ന ആ വ്യക്തിയാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല. പാർട്ടികൾ കൊടുക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത കണക്കുകളാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ നിന്നും വ്യവസായികളിൽ നിന്നും എല്ലാം തന്നെയാണ് സ്വരൂപിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ഇരട്ടത്താപ്പില്ല. ഞങ്ങൾ ഈ വിവാദ കമ്പനികളുടെ നിന്നൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് ഇതിൽ ഇരട്ടത്താപ്പുമില്ല. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. RSPയുടെ സംസ്ഥാന സെക്രട്ടറിക്ക്, എനിക്കിപ്പോൾ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല. അത് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ഡൽഹി മുതലുള്ള ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്ത് മാത്രം പറയേണ്ടതല്ലോ, ഡൽഹി മുതൽ പ്രവർത്തിക്കുന്നതല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം പൊതു ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. ഇല്ലില്ല, CPMന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. കോൺഗ്രസ് വാങ്ങിച്ചെന്ന് സമ്മതിച്ച കാര്യമാണല്ലോ. കോൺഗ്രസ് അല്ലല്ലോ പറഞ്ഞത് ഞങ്ങൾ ആരുടെ ഇന്ന് വാങ്ങിച്ചിട്ടില്ലെന്നല്ല പറഞ്ഞില്ലല്ലോ കോൺഗ്രസ്. എല്ലാ ഇന്ത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹത്തിൽ നിന്നും വ്യവസായികളിൽ നിന്നും പണം സ്വരൂപിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് അക്കൗണ്ട്സ് കൊടുക്കും. CPMും ആദ്യമേ അത് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ CPM ഒരു വലിയ, ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ അതീതമാണ്, ഞങ്ങൾ ഈ ഇതൊന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഇരട്ടത്താപ്പ് ഇവിടെ തുറന്നു കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഇപ്പൊ അന്ന് ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞെങ്കിലും ഇപ്പൊ CPMും CPIയും പെട്ടു, RSP പെട്ടില്ലെന്ന് കാണിക്കാം. RSPക്ക് വ്യക്തമായ നിലപാടുണ്ട്.
അതല്ലേ ഇത്രയും നേരം പറഞ്ഞത്. അത് മനസ്സിലാകത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാനൊക്കെ? അല്ലല്ല ഇത് കോടതിയൊന്നും അല്ലല്ലോ. ഇത് നിങ്ങൾ ചോദിച്ചതിന് എല്ലാം മറുപടി പറഞ്ഞു. ഈ രാജ്യത്ത് ആണാണോ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനത്തിൽ EDO CBI അത്തരം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണി അഴിമതി ആ നിലയിൽ നടത്തുന്നത് തെറ്റാണ്, ഒരു തർക്കവുമില്ല. അഴിമതി ഇല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം ഇങ്ങനൊരു ഫണ്ട് സ്വരൂപണത്തിന് വന്നപ്പോൾ ആ കാര്യത്തിൽ കോൺഗ്രസ് രാജ്യത്തെ ഒരു സംവിധാനം വെച്ച് കോൺഗ്രസിൻ്റെ ഫണ്ട് വന്ന് കാണും. കോൺഗ്രസ് അത് വിശദീകരിക്കും, സുപ്രീം കോടതിയിൽ അടക്കം കൊടുക്കും. അതിനെന്താ സംശയം? ഇതൊന്നും ആരും പറഞ്ഞില്ലല്ലോ, ഇല്ലെന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ആവർത്തി ചോദിക്കുന്നു. ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് സാന്റിയാഗോ മാർട്ടിനല്ലേ? DMK അല്ലേ സാന്റിയാഗോ മാർട്ടിൻ്റെ? ഈ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ പണം CPM വന്നിട്ടുണ്ട്, DMK CPM പണം കൊടുത്തിട്ടുണ്ട്. അന്നേരം എന്താ നിങ്ങൾ അവിടെ തൊട്ടു, അവിടുന്ന് ഇങ്ങോട്ട് തൊട്ടു? അതെന്തൊരു ഇല്ല ഇല്ല, എനിക്ക് ഇതിനൊന്നും മറുപടി പറയാനൊക്കത്തില്ല, സമയമില്ല. അതുകൊണ്ടാ പിന്നെ എന്തും പറയാതെ ഇല്ലെന്ന് വെച്ചോ, അങ്ങനെ സമാധാനിച്ചോ, കുഴപ്പമില്ല.